ഹലോ ഗായ്സ് നമുക്കിന്ന് മത്തി കൊണ്ട് നമുക്കൊരു പുതിയ റെസിപ്പി നമുക്ക് പരിച്ചു നോക്കിയാലോ. മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയും കേട്ടോ. പല ഏരിയക്കും പല രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടി മിക്സിൻ്റെ ജാറിലോട്ട് ഒരു 10 അല്ലി ചെറിയ ഉള്ളിയും 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും സ്പൂൺ കുരുമുളകും അര സ്പൂൺ താഴെ ചെറിയ ജീരകം ഒരു പച്ചമുളകും പിന്നെ പച്ച മല്ലിയാണ് ഇടുന്നത് കേട്ടോ. ഈ സാധനം എന്താണെന്ന് ചോദിക്കും. ഇത് ഞാൻ നമ്മളിവിടെ നട്ട് നനച്ചുണ്ടാക്കുന്നതാണ്. പച്ചമല്ലിയാണ്, കണ്ടില്ലേ, കായും പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ചെപ്പ് പൊതിന എല്ലാം കുക്കിംഗ് ആവശ്യത്തിന് ഞാൻ ഇവിടെ റൂമിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. റാസൽ കൈമയിലാണ് കേട്ടോ സ്ഥലം. നെല്ലിക്ക പരുവത്തിൽ വാളംപുളി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്തിരി കരുവേപ്പില, ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഈ സമയം ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒരു സ്പൂണ് മതിയാവും. ഞാൻ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്താണ്. ഈ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവേ. ഇപ്പോൾ നമ്മളൊരു അര സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂത്ത് വരുന്ന സമയത്ത് നമ്മളെ ക്രഷ് ചെയ്ത് വെച്ച് നമ്മളെ മസാല നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് നിൽക്കണം, എല്ലാം കരിഞ്ഞു പോകും കേട്ടോ, ശ്രദ്ധിക്കണേ. എന്താ സ്മെല്ല് വരുന്നത്. നമ്മളെ മിക്സി കഴുകിയ വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. വെറുതെ നമ്മൾ കഴുകി കളയണ്ടല്ലോ, അതും കൂടി ഏതായാലും വെള്ളം ഒഴിക്കണം. അപ്പോൾ അതാണ് കഴുകി ഒഴിച്ചിട്ടുള്ളത്. അതിലോട്ട് നമ്മൾ മത്തി നമ്മൾ പെറുക്കി വെക്കണം കേട്ടോ. ഒരു 4-5 മത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ ഇത്തിരി മസാല മതിയാവും കേട്ടോ. നമുക്കതിന് മേലെ ഇത്തിരി കറിവേപ്പിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്താ സ്മെല്ല് മക്കളെ, അടിപൊളിയാണ്. ഇതുപോലെ നമുക്ക് ഈ ഗ്രേവിയൊക്കെ ഒന്നിങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മസാല മീനിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. ഒന്ന് മക്കളെ, ഇപ്പം തന്നെ നമുക്ക് സ്മെല്ല് അടിച്ചിട്ട് നിൽക്കാൻ പറ്റാണ്ടായിരിക്കുന്നത്. ആ വെളിച്ചെണ്ണേൻ്റെയും ആ മസാലേൻ്റെ ഒക്കെ സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ ചാള നമുക്ക് എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ചെയ്യാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അടിപൊളിയാണ്. നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ഇതന്നെ മതി. നമ്മൾ കഴിക്കുന്നതിലും കൂടുതൽ ചോറ് കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാനും സമയക്കുറവുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വിവരങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മളെ മത്തിയുടെ റെസിപ്പി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്കിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ക്ഷമല്ല മക്കളെ, ഇതിനെ സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ എല്ലാവരും നിങ്ങളും ഇതുപോലെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താ റിസൾട്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് വന്നിട്ട് അറിയിക്കുക. പൊന്നു മക്കളെ, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബായ്.